ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി റീഡിങ്ങുമായിട്ടാണ്. അതായത് യു വാസ് തേർഡ് പാർട്ടി, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിങ്ങും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കാം. അതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഞാനൊരു കാര്യം പറയാം. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ മാത്രം ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണേണ്ടത്. അതായത് കരിയറോ അല്ലെങ്കിൽ ഫാമിലിയോ അതർ സിറ്റുവേഷനോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ലവ് ലൈഫിലോ തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു റീഡിംഗ്. അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തവർ ഈ ഒരു റീഡിംഗ് കാണണ്ട. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നാണ്. ഇവിടെ അങ്ങനെയല്ല, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട്. ഇവിടെ മാക്സിമം ആൾക്കാരുടെയും തേർഡ് പാർട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നത് ഫാമിലിയെയാണ്. ഇവിടെ ഫാമിലി ലൈഫിൽ ഇവർ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നാവാൻ സാധിക്കാത്തത് ഫാമിലി കാരണമാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ നോക്കുകയാണ് ഫാമിലിയിൽ. അതായത് ഫാമിലിയിലുള്ളവരെ സന്തോഷമായിട്ട് വയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കൂടുതലും നിങ്ങളും ഫാമിലിയിലുള്ളവരുമായിട്ടുള്ള ആ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് പിണങ്ങി ഇരുന്നിട്ട് വീണ്ടും കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതിനെയും കാട്ടി നല്ല രീതിയിൽ സംസാരിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം നേരെയാക്കാമെന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ ഫാമിലിയോട് നല്ല രീതിയിൽ പെരുമാറുന്നത്. പീസ്ഫുള്ളി കാര്യങ്ങളെല്ലാം റീസോൾവ് ആയാൽ അത്രയും നല്ലത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പീസ്ഫുള്ളി റിസോൾവ് ആക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. പീസ്ഫുള്ളി കാര്യങ്ങൾ നേരെയായാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഹോപ്പാണ് ഇവർക്കുള്ളത്. ഇതുകൂടാതെ നിങ്ങളെ ഇവർ കൂടുതലായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇവർ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൂടുതലായിട്ടും സ്പൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവരുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തിയുണ്ട്, അവർ ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആണ്. അവർ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കും. അപ്പോൾ അവരുമായിട്ട് ഇവർ ആർഗ്യുമെൻറ്റ് ചെയ്യും. വ്യക്തി ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ആണ്. അത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി ഭയങ്കര ഈഗോയിസ്റ്റിക്കും ഡൊമിനേറ്റിങ്ങും കൺട്രോളിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നാവാൻ ശ്രമിക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഇവർ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ജീവിതം നയിക്കണമെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഇവരുടെ ഫാമിലിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആൾക്കാരുടെയും ഒരു ലൈഫിൽ കുറച്ച് ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കരിയറോ ഇല്ല എങ്കിൽ അതർ സിറ്റുവേഷനോ എന്തെങ്കിലും ആയിരിക്കാം. ചില ആൾക്കാരുടെ ലൈഫിൽ അവർക്ക് കോർട്ട് കേസ് സംബന്ധമായിട്ട് എന്തോ ഒരു പ്രശ്നമുള്ളത് കാരണം ഇവർക്ക് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കോടതിയിൽ കേസ് സംബന്ധമായിട്ട് ഇവർ എന്തോ പ്രതിപട്ടികയിൽ എന്തെങ്കിലും ഉണ്ട്, അത് കാരണമായിരിക്കാം ഇവർക്ക് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തത്. ഒരു സമാധാനപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം നിങ്ങളുമായിട്ട് ഒന്നായിട്ട് പോകാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സോൾവ് ആയാൽ മാത്രമല്ലേ ഇവർക്ക് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ചില ആൾക്കാരുടെ ലൈഫിൽ ഫാമിലി ഇവരെ അറേഞ്ച് മാരേജ് ചെയ്യുവാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഫാമിലി ഇഷ്ടപ്രകാരം നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്യണമെന്നാണ് അവരുടെ ഫാമിലി ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെ മുന്നോട്ട് ജീവിതം നയിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹവും അതാണ്. ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അതൊരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കൂട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ഇവർക്ക് വേറെ ആരിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് പൊസസീവാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി അവരുടെ കുടുംബമാണ്. കുറച്ച് ആൾക്കാരുടെ ലൈഫിൽ അതർ സിറ്റുവേഷനാണ്. ഞാനത് പറഞ്ഞൊരു അതർ സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇമോഷണലി ഇവർ വളരെയധികം അപ്സെറ്റ് ആയിട്ടാണ്. കാരണം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ഇപ്പോൾ. നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ എക്സ്പെഷ്യലി ഇവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർക്കൊരു ഹോപ്പുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ശരിയാകുമെന്നുള്ള. നെഗറ്റിവിറ്റീസ് എല്ലാം റിലീസാക്കി പോകുമെന്നുള്ള ആ ഒരു ഹോപ്പുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് ഇവർ. ഡേ ഡ്രീമിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ മെസ്സേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ യൂണിയനിൽ വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒന്നാവാൻ പറ്റാത്തത്, അതുവരെ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിലിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് ഒന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെ ഡിസ്റ്റൻസിലിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നതായിട്ട് ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും ലൈഫിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാത്തതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടായി. അത് കാരണം അവർ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പായി പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും അവർ ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പല ആൾക്കാരുടെ ലൈഫിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഈ ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുക, ആരുമായിട്ട് സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് യൂണിയനിലാവണമെന്നാണ്. കാരണം നിങ്ങളുമായിട്ടാണ് ഇവരുടെ ആ ഒരു ഡെസ്റ്റിനി ഉള്ളത്. ഇവർ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം ഇവർ ചിലപ്പോൾ ഇവരുടെ ഫാമിലി സമ്മതിച്ചു നിങ്ങളുമായിട്ടുള്ള മാരേജിന് എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ഞാൻ ഒത്തിരി അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ലാസ്റ്റ് അവർ ഞാൻ പറഞ്ഞത് കേട്ടു എന്നൊക്കെ രീതിയിൽ നിങ്ങളോട് ഇവർ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇപ്പോൾ ഉള്ള. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ ഇനി നോക്കാം. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കണമെന്നാണ്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസായി പോകുന്നതാണ്. അതുവരെ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കണം. ഇവിടെ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കിപ്പോൾ ജൂൺ മന്തായിരിക്കും റെസൊണേറ്റ് ആകുന്നത്. ഇപ്പോൾ മെയ് മാസമാണ് നടക്കുന്നത്. ജൂൺ മന്തിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുന്നതാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോക്കേണ്ട സിറ്റുവേഷനിലാണ്, ഡിസ്റ്റൻസിലാണ് എങ്കിൽ 6 വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഹാർമോണിയസ് ആയിട്ടുള്ള യൂണിയൻ വരാൻ പോകുന്ന സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്നാണ്. ഇവിടെ ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഒരിക്കലും മാരീഡ് സിറ്റുവേഷനിൽ പുറത്ത് പെട്ടെന്ന് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ 2 സിറ്റുവേഷൻ, നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനും അവരുടെ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡുമായിട്ടുള്ള സിറ്റുവേഷൻ രണ്ടും ബാലൻസിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം. ഇവിടെ എക്സ്ട്രാ മെരിറ്റലാണ് എങ്കിൽ ഒരു ശരിയായ സമയം വന്നാൽ മാത്രമേ
ഇവർക്കൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടും കാത്തിരിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ശരിയായ ഒരു സമയം വരുമ്പോൾ ഞാൻ ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.